ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ദോശയായിരുന്നു കേട്ടോ. കിച്ചണിൽ വന്നപ്പോൾ തന്നെ ഉമ്മ നല്ല ചൂടോടുകൂടി ദോശ ചുട്ടുതന്നു. ദോശയും ചിക്കൻ കറിയൊക്കെ കൂട്ടി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാനൊരു 8 മണിക്കുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ കഴിക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് നടക്കും. ഇന്ന് ഉമ്മാക്കും താത്താക്കും കൂടി മോനെ കൂട്ടി ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകാനുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ ഉമ്മ രാവിലെ തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും ഉപ്പേരിയൊക്കെ. കറി വന്നിട്ട് വെക്കാമെന്ന് കരുതി അവർ പോയതായിരുന്നു. പിന്നെ തലേ ദിവസം വരുമ്പോൾ ഡേറ്റ്സ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ബോട്ടിലാക്കാമെന്നൊക്കെ കരുതി എടുത്തതാണ്. ഇപ്പം ഞാൻ ഡെയിലി ഒരു 5-6 ഡേറ്റ്സ് വെച്ച് കഴിക്കാറുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ കഴിക്കുന്നതാണ്. ഇപ്പം പക്ഷേ അത് റെഗുലറായിട്ട് കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ലാസ്റ്റിലേക്കൊക്കെ ഡേറ്റ്സ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. കുറച്ച് കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്കൊക്കെ നിന്നു കേട്ടോ. ഒന്ന് അടിച്ചു വാരാനൊക്കെ കരുതി. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പം പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. മോനൊന്ന് ചെറുതായിട്ടൊന്ന് വീണു. അപ്പോൾ കയ്യിൽ ചെറിയൊരു നീരുണ്ട്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ വരാൻ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കറികളൊക്കെ ഞാൻ തന്നെ വെക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള പണികളിലേക്കൊക്കെ നിന്നു കേട്ടോ. ചിക്കൻ കറിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള സവാളൊക്കെ അരിഞ്ഞു. ഉമ്മ പോകുന്ന മുന്നേ എനിക്ക് ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണീൻ്റെ ഇടയിൽ അതൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ കറിയൊക്കെ വെച്ചു. ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ തുണികൾ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പോയി കിടന്നു കേട്ടോ. അവരെത്താൻ ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കിടന്നപ്പോഴേക്കന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. മോൻ്റെ കയ്യിലിതാ ഒരു ബാഗൊക്കെ ഉണ്ട്. ആൾ ആദ്യത്തിൽ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് സെറ്റായി. ഇന്ന് വൈകുന്നേരം ചായക്ക് നമുക്ക് നല്ല പൂളയും പച്ചക്കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അത് രണ്ടും കൂടെ ഒന്ന് കൂട്ടാൻ വെച്ചു കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് പൂള കൂട്ടാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ആ പൂള കൂട്ടാനൊക്കെ കൂട്ടി ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ.